പക്ഷെ ഏഷ്യാനെറ്റ് സീരിയൽ എന്ന് പറഞ്ഞ ഒരു വൈഡ് ഓഡിയൻസിന്റെ ഇപ്പം അല്ലേ എല്ലാ ചാനലും അടിപൊളിയാണ്, സീരിയലും അടിപൊളിയാണ്. പക്ഷെ നമുക്ക് ഏഷ്യാനെറ്റ് ഓഡിയൻസ് ഒരു പ്രത്യേകിച്ച് ഒരു ഓഡിയൻസ് തന്നെയുണ്ട് കാലങ്ങളായിട്ട്. പറയാനുള്ള കാരണം അത് കാലങ്ങളായിട്ട് വന്ന ബാക്കിയെല്ലാം ദൂരദർശന് ശേഷം ഒരു ഏഷ്യാനെറ്റ് സീരിയലാണ് എല്ലാവരും ആൾക്കാരുടെ ഒരു നെക്സ്റ്റ് ഒരു അപ്രോച്ച് ചെയ്യാനും കാണാനും പ്ലാറ്റ്ഫോം ആണ് ഏഷ്യാനെറ്റ്. ഒരു പഴയ അമ്മമാരൊക്കെ ഏഷ്യാനെറ്റ് സീരിയൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ടെങ്കിൽ അയ്യോ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ ഒരു മടി, ഏഷ്യാനെറ്റിന് കളറിനൊരു വ്യത്യാസമുണ്ട്, സീരിയല് എല്ലാം അവർക്കൊരു ഡിഫറൻസ് ഒരുപാട്. അപ്പൊ അത് എന്തായാലും ഫേസ് വിസിബിലിറ്റിയും അല്ലെങ്കിൽ പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും കൂടുതൽ തീർച്ചയായിട്ടും സീരിയലുകൾക്കാണ് ഉണ്ടാകുന്നത്. കാരണം അതിന്റെ ഇമ്പാക്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ 4 എപ്പിസോഡ് കഴിഞ്ഞത് അത് ഇമ്മീഡിയറ്റ് ആയിട്ടായിരുന്നു ആ എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞത് റിലീസ് ചെയ്തവര്. അതെ. അപ്പൊ ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കടയിൽ ചായ കുടിക്കാൻ പോയപ്പോൾ ഒരു അമ്മയും മോളും വന്നിട്ട് എന്നെ റെക്കഗ്നൈസ് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും കാലം ഞാൻ സിനിമ ചെയ്തിട്ട് ആരും എന്നെ നോട്ടീസ് ചെയ്തില്ല. തിങ് ഈസ് ദാറ്റ് ഏതാണ് ബെസ്റ്റ് അത് വരുമ്പോൾ ആൾക്കാർ അത് കണ്ടറിഞ്ഞ് വരും. ആൾക്കാരുടെ പ്രശ്നമല്ല, പക്ഷെ സാധനം നന്നായി അത് അവരുടെ മുന്നിലോട്ട് അപ്പൊ സീരിയല് ഒരു ഫാസ്റ്റ് ഇതാണ്, പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തും സിനിമയെക്കാളും. അതെ. ഞാൻ പക്ഷെ നോട്ടീസ് ചെയ്തിട്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ലുക്കും മാറ്റേഴ്സ് ആണല്ലോ അല്ലെ. ഇപ്പൊ സീരിയലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഈ ലുക്കുള്ള ആൾക്കാരെ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ഒന്ന് പിന്നെ നോട്ടിടും, അങ്ങനെയല്ല അല്ലെ, ഒരു ഫോളോ ചെയ്യും. അപ്പൊ ശരിക്കും ഉണ്ണി മുകുന്ദന്റെ ഫേസ് കട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടൊന്നുമില്ല. അല്ല ശരിക്കും നല്ല രീതിയിൽ ഫേസ് ഫേസ് കട്ട സംസാര രീതിയിലൊക്കെ അതങ്ങനെ ആൾക്കാര് പറയുമായിരിക്കും. കാരണം എല്ലാവർക്കും ഈ നടന്മാരായിട്ട് വരുമ്പോ എന്തെങ്കിലും ഒരു ആളായിട്ട് റിസംബിൾ ചെയ്യും. ശരിക്കും ആ റിസംബ്ലൻസ് ഒരുപാട് കാണാനുണ്ട്. ശരിക്കും ഒരു ഫിലിമിന് ഒരു ഫേസ്, നമുക്ക് ഫിലിമിന് ചില ഫേസ് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ അക്സെപ്റ്റൻസ് ഉണ്ട്. അതേപോലെ ഫിലിമിൽ നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഫേസ് ഒക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതേപോലെ വരണമെന്ന് ആഗ്രഹമുണ്ട് നല്ല സിനിമകളിൽ ചെയ്യണുണ്ട്. പക്ഷെ ഇതേപോലെ ആൾക്കാർ കണ്ട് അറിഞ്ഞ് ഇതേപോലെ ഇപ്പോൾ ഇത് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ മേ ബി ഡെഫിനറ്റ്ലി നല്ലൊരു ബിഗ് സ്ക്രീനിൽ വരണമെന്ന് ആഗ്രഹം തന്നെയാണ്. അത് വരും വേണം ആൾക്കാരിലേക്ക് എത്തുന്നത്. ഇതിലെ ഓട്ടോ ഷാജി എന്നുള്ള കഥാപാത്രം അതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് സീരിയലില്? എനിക്ക് തോന്നുന്നു ഇതിലിപ്പോൾ സീരിയലിലേക്ക് ഈ ഒരു ക്യാരക്ടർ അലീന എന്ന് പറഞ്ഞ ഇതിൻ്റെ ലീഡ് ചെയ്യണ ക്യാരക്ടറിനെ ഒരു വെൽ വിഷറായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു ഹെൽപ്പിംഗ് ഹാൻഡാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ്. കാരണം അവളൊരു ജീവൻ പോണ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവളെ രക്ഷിച്ചുകൊണ്ട് വരുന്നൊരു ക്യാരക്ടർ. കാരണം അത്രയും അവളെ എല്ലാവരും ഒപ്പോസ് ചെയ്ത് നിന്നൊരു സിറ്റുവേഷനിൽ കൈ പിടിച്ച് കയറ്റി കൊണ്ടുവന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി. അത് പിന്നെ ആ ഫാമിലിയോട് യോജിച്ചു. അങ്ങനെ ഇമർജായിട്ട് വന്നിട്ടുള്ളൊരു എനിക്ക് തോന്നുന്നു സാധാരണ അങ്ങനത്തെ ഒരു ക്യാരക്ടറുകൾ ഞാൻ കണ്ടിട്ടില്ല. ബട്ട് എനിക്ക് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഓട്ടോഷാജിയിലുണ്ട്. വെറുതെ വന്ന് നിൽക്കണ ഒരു ആളല്ല, അയാൾ ഭയങ്കരമായിട്ട് ഇതിൽ ഇൻവോൾവ് ആവുന്ന ഒരാളാണ് അലീന എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ പ്രധാന കഥാപാത്രത്തിനെ ഹെൽപ്പിംഗ് ആയിട്ടോ അല്ലെങ്കിൽ അതിനോട് യോജിച്ചെന്തെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും അത് നല്ലൊരു ക്യാരക്ടറായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ അടുത്ത സീരിയൽ നമുക്ക് ഹീറോ ആയിട്ട് തന്നെ കാണാൻ പറ്റും, ലുക്ക് വൈസ് എല്ലാം. അതെ, ശ്രമിക്കുന്നുണ്ട് ആരെങ്കിലും തന്ന. ഇത് ഫസ്റ്റ് സീരിയൽ ആണല്ലോ അല്ലെ? ഇപ്പൊ ഫിലിമിൽ നിന്ന് സീരിയലിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഡിഫറൻസ് തോന്നി കാണത്തില്ലേ? മൊത്തം അല്ല, ഒരുപാട് ആക്ടിങ് ആണെങ്കിലും നമ്മൾ കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആകണം എന്നുണ്ടോ സീരിയൽ ആകുമ്പോൾ? എക്സ്പ്രസീവ് അല്ല, നമുക്ക് സിനിമയിൽ എങ്ങനെയാന്ന് വെച്ചാൽ സിറ്റുവേഷൻസ് നമുക്ക് ഫ്രെയിമിൽ ഡയറക്ടറിന് അപ്പോൾ ചായ കുടിക്കണ സാധനം ഇപ്പോൾ ചായ കുടിക്കണതായിട്ട് കാണിച്ചാൽ മാത്രം മതി. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ചായ കുടിക്കാൻ. പക്ഷെ സീരിയലിൽ അത് പറയണം, ഞാൻ ചായ കുടിക്കാൻ പോവാം. അത്ര ഡിഫറൻസ്. അത് പറഞ്ഞാലാണ് ആൾക്കാർക്ക് അറിയുള്ളൂ. ഒരു സിറ്റുവേഷനും അവര് സീരിയലിൽ മനസ്സിലാക്കി എടുക്കത്തില്ല. ഇല്ല, എല്ലാ ക്യാരക്ടേഴ്സും അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ അമ്മമാരും കുടുംബ പ്രേക്ഷകരൊക്കെ അല്ലേ കാണുന്നത്. ഗോസിപ്പ് സംസാരിക്കാൻ ഇഷ്ടമുള്ള, അപ്പൊ ഗോസിപ്പുകൾ കേൾക്കാൻ ഇഷ്ടമുള്ള. അപ്പൊ അതാണ് സീരിയലിന്റെ ഡിഫറൻസ്. ഡെയിലി ഷോ. പക്ഷെ ഒരുപാട് അമ്മമാരുടെയും എല്ലാവരുടെയും സ്നേഹം ലഭിക്കട്ടെ. പക്ഷെ യഥാർത്ഥ ശബ്ദം കേട്ടോ, പാട്ട് പാടുവോ? ചെറുതായിട്ട്, പക്ഷെ ഇപ്പൊ അങ്ങനെ